2-3 ദിവസമായി നോട്ടം വിട്ടു. ഞാൻ എപ്പോഴും വീട്ടിനുള്ളിൽ കയറി വാതിലൊക്കെ അടയ്ക്കും. അതുപോലെ വെളിയിൽ വരുമ്പോൾ വേഗം ഇങ്ങോട്ട് ഓടിക്കൊണ്ടുവരും. പിന്നെ ഇവരുടെ അടുത്തൊക്കെ പാല് വാങ്ങാൻ വരുമ്പോൾ ഇത് എന്റെ അമ്മായിന്റെ മകനാണ്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറയും. പിന്നെ എന്റെ ആങ്ങളയുണ്ട്. അതുകൊണ്ടൊക്കെ ഇത്തിരി ഒരു ഇതില്ലാതിരുന്നാണ്. അതായത് ശരിക്കും നിങ്ങൾ ഇയാളെ ഭയന്ന് ജീവിക്കുന്നു. പിന്നെ ഭയന്ന് ജീവിക്കണമെന്ന് ആ ചേച്ചിനെ കൊലപാതകം ചെയ്തതല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അപ്പം ഞങ്ങൾ അന്നും ഞങ്ങൾ പോയെന്നെ. ഇന്നലെയും ഞാനുണ്ടെങ്കിൽ ഇന്നലെയും എന്നെ കൊന്നിട്ടുണ്ടാവും. നല്ല 10 മിനിറ്റിന് മുമ്പാണ് ഞാൻ പോയത്. അപ്പൊ അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ എന്റെ വിചാരം അയാളെ ശ്രദ്ധിക്കണ്ട പറഞ്ഞിട്ട് പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലോ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നു. എന്ത് പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ ഇതന്നെ കൊലപാതകം കൊല്ലും പറഞ്ഞാൽ കൊല്ലും. അവിടെയൊക്കെ വൃത്തിയാക്കിയ മരങ്ങളൊക്കെ ചെടിയും ചുറ്റും വെട്ടിക്കഴിഞ്ഞാൽ കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഇന്നലെ കൊല ചെയ്തിരിക്കുന്നത്. അയാൾ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഒരാഴ്ച എല്ലാം വട്ടലും പിടിക്കലും ചെത്തലും കോരലും ജനലിൽ കൂടെ വന്ന് നോക്കല് ലൈറ്റ് കത്തിക്കല് എന്നെ ശ്രദ്ധിക്കില്ല. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു അവളെ എന്നെ നോക്കണ്ട പറയാം. എന്റെ വീട്ടിക്ക് നോക്കിക്കഴിഞ്ഞാലില്ലേ അവള് എന്തിനാ എന്നെ നോക്കണത്? അവള് നോക്കണം കൊണ്ടല്ലേ എന്നെ കാണുന്നതെന്ന്. ഇയാളെ എങ്ങനെ പേടിക്കാതിരിക്കും? ഇയാൾ ഈ ജാമ്യം ലംഘിച്ചാണ് ഇവിടെ വന്നതെന്ന് പറയുന്നു. ഈ പോലീസിൽ പരാതിപ്പെട്ടപ്പോ പോലീസ് എന്താണ് പറഞ്ഞത്? ജാമ്യം കോർട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അവര് അയാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. കോർട്ടുകാർ ജാമ്യം ആദ്യം പറഞ്ഞു അവര് ഏട്ടനാണ് ജാമ്യത്തിലെടുത്തു ഞങ്ങൾ പോയി പറഞ്ഞു. അതല്ല പിന്നെ രണ്ടാമത് പോയപ്പോ കോർട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. കോർട്ടിൽ പോയി പറയും എന്ന് പറഞ്ഞു. അയാൾ നിങ്ങളെ കണ്ണ് കാണിച്ചോ, മൂക്ക് കാണിച്ചോ, ചെറിയ കാണിച്ചോ? അയാളുടെ പാട്ടിലല്ലേ ഇരിക്കും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ ശിക്ഷ കാലാവധി കഴിയുമ്പോ അയാൾ കൊണ്ടുപോകും. അതായത് ഇത്രയും ഭീകരനായ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിട്ടും പോലീസ് ആവശ്യമായ നടപടി എടുത്തില്ല, വന്നില്ല. എപ്പ വന്ന് അവര് കാവലിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് ഇത്. അതും ഒരു ദിവസം ശരി ഇനിയിപ്പൊ ഇവർക്ക് പരാതികൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇയാൾ എന്താ ചെയ്യണ, ഇയാൾ എവിടെയാണ് വേണ്ട, അയാളുടെ വീട്ടിലേക്ക് വരേണ്ടവർക്ക് പേടി. ആൾക്കാരുടെ അടുത്ത് വന്ന് അന്വേഷിച്ചൂടെ? ആരെങ്കിലും ഒരാളെങ്കിലും പറയാതിരിക്കുമോ? അപ്പൊ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട വീടുകളായത് കൊണ്ടല്ലേ. അപ്പൊ അവര് രണ്ടുപേരെയും കുഴപ്പം ഒരു മനുഷ്യരില്ല. അതേ സ്ഥാനത്ത് ഞാനുണ്ടെങ്കിൽ അവര് രണ്ടുപേരില്ലാതിരുന്നു. അവര് ഒരാഴ്ച 2 ആഴ്ച അവിടെ ഇല്ല. ആ തള്ളമ്മയും ഇല്ല, അയാട്ടനില്ല. അയാട്ടൻ ഇന്നലെ വണ്ടിക്കൊന്ന് വന്നാണ്. കഴിഞ്ഞ ആഴ്ച തേവറമണിയിൽ കല്യാണമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്നെയായിരുന്നു അയാൾക്ക് ഭീഷണി. അവളെ എന്നെ നോക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. വെളിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ വെളിക്ക് ഞാനും അമ്മയൊക്കെ കൊച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ വെളിയിലിറങ്ങി വെള്ളം പിടിക്കുകയും പാത്രം കഴുകുകയും തുണി അലക്കാകുമ്പോ വാതിൽ തുറക്കും. ഈ ചെന്താമരയെ പിടികൂടാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പിന്നെ രാത്രിയായ പിന്നെ അതല്ല മൂത്രം ഒഴിക്കാനൊന്നും എനിക്കില്ല സാറേ. ഞങ്ങൾ പേടിച്ചിട്ടാണ്. പിന്നെ അനിയനുണ്ടെങ്കിൽ മാത്രമേ വെളിയിലേക്ക് ലൈറ്റുകൾ അത് ഒരു ലൈറ്റ് ഇട്ട് തരാൻ പറയാ കമ്പിക്കാല്. ഇപ്പൊ കണ്ട ഇന്നലെ ഇരുട്ട് കുത്തിയിരുന്നത്. ഇയാൾ അവിടെ നിൽക്കണു എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവരുടെ അടുത്തും പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞു. വില്ലേജിക്ക് പോയി എല്ലാവിടെയും ഞങ്ങൾ പോകാത്തവിടെ. ഇയാൾ വന്നത് തൊട്ട് ഈ 2 മാസം ഇവര് ആൾക്കാരൊക്കെ പറഞ്ഞു അയാളുടെ പാട്ടിരിക്കാൻ നീ പാട് നോക്കടേ, നിങ്ങളൊന്നും ചെയ്യില്ല. ഇങ്ങനെ ആയിട്ടാണ് ഇപ്പൊ ചെയ്തത് രണ്ടാളും. ഇന്നലെ ഞാനും ഒരു 10 മിനിറ്റിന് മുമ്പ് ഉണ്ടെങ്കിൽ എന്നെയും ഇതേ പരിഭവമാക്കിയിട്ടുണ്ടാവും.